നമസ്കാരം. ഇറാന് നേരെ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. തുടർച്ചയായ 12ാം ദിവസമാണ് ആക്രമണം നടക്കുന്നത്. ബുഷഹർ, അഹ്വാസ്, സിരിക് എന്നീ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. തെക്കൻ തീരദേശ നഗരമായ ബുഷഹറിലും US സൈന്യം ആക്രമണം നടത്തി. പവർ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. ജൂൺ 27 മുതൽ ഇറാനിൽ US നടത്തിയ ആക്രമണങ്ങളിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 53 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഇറാന്റെ പ്രതിരോധ നയം കണ്ണിന് കണ്ണ് എന്ന നിലയിൽ തന്നെ ആയിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ ഇറാനിലെ പാലങ്ങളും ആണവ കേന്ദ്രങ്ങളും അമേരിക്ക ആക്രമിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയായിരുന്നു പ്രതികരണം. ഇന്നലെയും ഹോർമുസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം ചെങ്കടലിൽ ഹൂതികൾ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. 2 സൗദി എണ്ണ ടാങ്കറുകളിൽ ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി വിവരം ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം സൗദിക്കെതിരെ ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസിന് പിന്നാലെ ചെങ്കടലിലും ആക്രമണം കടുക്കുകയാണെങ്കിൽ ആഗോള എണ്ണ വ്യാപാരം കൂടുതൽ പ്രതിസന്ധിയിലാകാനാണ് സാധ്യത. ബോംബ് അൽ മന്ദബിൽ നേരത്തെ തന്നെ ആക്രമണമുണ്ടാകുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ചെങ്കടലിൽ മുഴുവനായി പോർമുഖം വ്യാപിപ്പിക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഇതിനിടെ $1.3 ട്രില്യൺ പ്രതിരോധ ചെലവിന് US ജനപ്രതിനിധി സഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് തുക പാസ്സായിരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്നുള്ള 7 അംഗങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഏതാണ്ട് $37 ബില്യൺ യുദ്ധത്തിനായി US ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇസ്രയേൽ സൈനിക സൗഹൃദം ഇനിയും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയ തുക പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൗദിയുമായും അമേരിക്ക ആണവോർജ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 30ലധികം വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായും ഇതിലൂടെ 100 കണക്കിന് നിരപരാധികളായ നാവികരുടെ സുരക്ഷ അപകടത്തിലായെന്നും സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം ദുർബലമായെന്നും US സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. നിലവിലെ സംഘർഷാവസ്ഥയിലും ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകളുടെ ഗതാഗതത്തിന് തുറന്നു കിടക്കുകയാണെന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. മെയ് 1 മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകളുടെയും 450 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ യാത്രയ്ക്ക് അമേരിക്കൻ സേന സഹായം നൽകിയതായും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രിസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള സൈനിക കേന്ദ്രത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായാണ് ഫ്രാൻസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 2:40 നടന്ന ആക്രമണം നഗരത്തിന് സമീപത്തെ സൈനിക മേഖലയെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് പ്രാദേശിക അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ബുസെസ്താൻ പ്രവിശ്യയിലെ ബഹ്ബഹാൻ, ഒമീദിയ നഗരങ്ങൾക്ക് സമീപമുള്ള മേഖലകളിലും അമേരിക്കൻ മിസൈൽ ആക്രമണം ഉണ്ടായതായും ഫാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെഹ്റാന്റെ പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക് കിഴക്ക് മേഖലകളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായതിന്റെ ശബ്ദം കേട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനായ IRIB റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ കേന്ദ്രങ്ങളെയോ മറ്റു സുപ്രധാന കേന്ദ്രങ്ങളെയോ അമേരിക്ക ആക്രമിച്ചാൽ അത് യുദ്ധത്തിന്റെ വ്യാപനമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ സായുധ സേനയുടെ സംയുക്ത ഓപ്പറേഷൻസ് കമാൻഡായ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെയും അതിൻ്റെ സഖ്യരാജ്യങ്ങളുടെയും എല്ലാ താൽപ്പര്യങ്ങളും ഇറാന്റെ സായുധ സേന ശക്തമായ ആക്രമണത്തിന് വിധേയമാക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണക്കാരനെ ശിക്ഷിക്കുന്ന സൈനിക നടപടി തുടരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖലയായ IRIB സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലാണ് ഇക്കാര്യവും വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്ക തുടർച്ചയായി 11ാം രാത്രിയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് IRGCയുടെ പ്രതികരണം. കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ എത്തിയ ആക്രമണങ്ങൾ തടഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയുടെ കപ്പലുകൾ ചെങ്കടൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് യമനിലെ ഇറാൻ അനുകൂല ഹൂഥി സേന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതിനിടെ ജോർദാനിലെ ആക്രമണത്തിൽ മരിച്ചതായി കരുതുന്ന അമേരിക്കൻ സൈനികരെ തിരിച്ചറിഞ്ഞതായി പെന്റഗൺ അറിയിച്ചു. അമേരിക്കയുടെ ഇറാനിലേക്കുള്ള തുടർച്ചയായ ആക്രമണങ്ങൾക്കിടെ ആഗോള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ശക്തമായതോടെയാണ്
അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നേരിയ തോതിൽ ഉയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് 50 സെന്റ് ഉയർന്ന് $91.51 എത്തിയതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ബാരലിന് 30 സെന്റ് വർദ്ധിച്ച് 84.64 എത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇറാനിലെ പിക്കാക്സ് മൗണ്ടൻ ആണവ കേന്ദ്രത്തിന് നേരെ ശക്തമായ ആക്രമണം ഉടനുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിക്കാക്സ് മൗണ്ടൻ പ്രദേശത്ത് അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ ആക്രമണം നടത്തും. അതിനെ ഇറാന് തടയാൻ കഴിയില്ല. സാധാരണ സാഹചര്യത്തിൽ ഇത്തരമൊരു കാര്യം മുൻകൂട്ടി പറയാറില്ല. എതിരാളികൾക്ക് അത് തടയാൻ കഴിയുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ഈ കേന്ദ്രത്തിലേക്ക് ആണവ സെൻട്രിഫ്യൂജുകൾ മാറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനോടും ട്രംപ് പ്രതികരിച്ചിരുന്നു. അതിന് വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കൈവശമില്ല. എന്നാൽ ആണവ വസ്തുക്കളുടെ നീക്കമാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. അതാണ് നിർണായകം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. മധ്യ ഇറാനിലെ നത്താൻസിൽ നിന്ന് ഏകദേശം 1 മൈൽ തെക്കായാണ് ഈ ഭൂഗർഭ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവീന്ധനം നിർമ്മിക്കാൻ ആവശ്യമായ സെൻട്രിഫ്യൂജുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഭാവി സൗകര്യമെന്ന നിലയിലുള്ളതാണ് ഈ കേന്ദ്രമെന്ന് 2020 ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചിരുന്നു. റേഡിയോ അവതാരകനായ ഹ്യൂ ഹ്യൂയിറ്റിന് കഴിഞ്ഞ ആഴ്ച നൽകിയ അഭിമുഖത്തിലും പിക്കാക്സ് മൗണ്ടനെ ഉടൻ തന്നെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതോടൊപ്പം അമേരിക്കയിലെ വരാനിരിക്കുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പോ ഇറാനുമായുള്ള സംഘർഷമോ തന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കില്ല എന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിനോടായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. അത് എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. ഞാൻ ശരിയായ കാര്യമാണ് ചെയ്യുക. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു എന്ന ചിന്തയോടെയല്ല ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വിദേശകാര്യത്തിലെ നയപരമായ തന്റെ നടപടികൾക്ക് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നും ഈ വർഷം ആദ്യം വെനസ്വേലയിൽ നടത്തിയ അമേരിക്കൻ നടപടികളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം.